മൂന്നാം സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നിർണായക ചർച്ച ആലുവയിൽ ഇപ്പോൾ നടക്കുകയാണ്. വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP യോഗത്തിന് മുൻപ് പ്രതികരിച്ചു. മാറ്റമില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങളെ പറ്റി ആലോചിക്കാം. ഇൻ പ്രിൻസിപ്പിൾ സീറ്റിൻ്റെ എണ്ണം 3 ആക്കുന്ന പ്രഖ്യാപനം വരണ്ടേ, എന്നിട്ട് കോൺഗ്രസുമായിട്ട് ഇരുന്നിട്ട് വേണം സീറ്റിൻ്റെ ഏതാണ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് നമുക്കും കൂടി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന സീറ്റ് ഏതാണെന്നുള്ളത് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് കോൺഗ്രസ് മുസ്ലിം ലീഗും ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ മുന്നണിക്ക് അതിൽ കാര്യങ്ങളുണ്ട്. അതിനെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ന്യായമായ അവകാശം അവരംഗീകരിക്കും എന്ന് തന്നെ ഉള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് ഈ ഘട്ടത്തിലുണ്ട്. നിലപാടിൽ മാറ്റമില്ല. ആ രാഷ്ട്രീയ ഒരു ചേഞ്ചുമില്ല. KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, KPA മജീദ്, ET മുഹമ്മദ് ബഷീർ, MK മുനീർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആവശ്യം തള്ളിയാൽ കോഴിക്കോട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് സംസ്ഥാന നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. അതൊന്നും എനിക്കറിയില്ല. ഇപ്പം എന്നോട് ചോദിക്കേണ്ടതല്ലോ. അവർ സമസ്ത സ്വീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിനല്ലല്ലോ ഇവർ നിർത്തല്. ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും അവരുദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ അവർ നിർത്തും. അവർക്ക് വിജയസാധ്യതയുള്ള ആളുകളെ നിർത്തും. അത്രയല്ലേ ഞാൻ എന്തായി പറയാം. അതൊക്കെ ഞാനല്ലോ അത് പറയാം. ലീഗിന് 3-ാം സീറ്റിനല്ല 4-ാം സീറ്റിനൊക്കെ മുരളീധരൻ പറഞ്ഞാൽ എനിക്ക് 5-6 സീറ്റിന് അർഹത ഉണ്ടല്ലോ. അല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യം. അതിൻ്റെ പിന്നെ മണ്ഡലമല്ല അത്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം അത് ലോക്സഭ പ്രഖ്യാപിക്കാട്ടെ, എന്നിട്ട് നമുക്കൊരു നടത്താം കേട്ടോ. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി മത്സരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പം വിവിധ ഘടകകക്ഷികളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ലീഗുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിച്ച് ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളതാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും താല്പര്യം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുമല്ലോ. വിനീത വിജിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങൾ. വിനീത, CPIM കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. CPIM നേതാക്കളുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ നിലയ്ക്കും എന്താണ് നമ്മൾ ആലുവയിൽ പ്രതീക്ഷിക്കേണ്ടത്? ലീഗിന് 3 സീറ്റ് ഉറപ്പിക്കാമോ വിനീത? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇരുപക്ഷത്തു നിന്നുമുള്ള നേതാക്കൾ രാവിലെയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഉഭയകക്ഷി ചർച്ചയ്ക്കായി പോകുന്നതിന് തൊട്ട് മുൻപും ലീഗ് നേതാക്കൾ അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ നിലപാടിൽ ഇക്കാര്യത്തിൽ മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, അതായത് 3-ാമതൊരു സീറ്റ് വേണമെന്ന കാര്യത്തിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നും അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്നത്. പക്ഷേ അതേസമയം അങ്ങനെ ഒരു 3-ാമതൊരു സീറ്റ് അത് നിലവിൽ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു അർഹത അത് ലീഗിന് ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്തവണത്തേക്ക് കൂടി ലീഗിനെ ഒപ്പം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നീട് ഒരു അനുനയത്തിലൂടെ അക്കാര്യങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഒരു നീക്കം തന്നെ ആയിരിക്കണം ഈ ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക. തുടക്കഘട്ടത്തിലൊക്കെ തന്നെ രാജ്യസഭാ സീറ്റ് നൽകാമെന്നൊക്കെയുള്ള ചില വാഗ്ദാനങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അക്കാര്യത്തിലും ഒരു ഉറപ്പ് നൽകാൻ കഴിയാത്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ യോഗം ചേരണമെന്നൊരു ആവശ്യത്തിലേക്ക് ലീഗ് എത്തിയത്. ഈ യോഗത്തിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും, അതായത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അത്തരത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത അത് നിലവിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ അനുനയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസും ഒരു നീക്കം വയ്ക്കുന്നത്. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് ലീഗിനെ ഒപ്പം നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെയും നീക്കം. അങ്ങനെ തന്നെയാണ് നേതാക്കളും നമ്മളോട് പ്രതികരിച്ചത്. എന്താണെങ്കിലും ഇന്നത്തെ ഈ ചർച്ച ഇരു നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകം തന്നെയാണ്. ശരി, വിനീത വിജിയാണ് ആലുവയിൽ വിവരങ്ങൾ നൽകിയത്. ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടക്കുകയാണ്. 3 സീറ്റ് കിട്ടുമോ? ലീഗിന് കിട്ടിയില്ലെങ്കിൽ ലീഗിന്റെ നിലപാട് എന്താകുമെന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്.